സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. പലയിടത്തും വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അനക്സ് 1 സമീപവും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപവും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് അടുത്തും മരം കടപുഴകി വീണു. നെയ്യാറ്റിൻകര പെരുമ്പഴത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു. പെരുമ്പരുത്തൂർ സ്വദേശി സുരേന്ദ്രന്റെ വീടാണ് തകർന്നത്. ശക്തമായ കാറ്റിലും മഴയിലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പുനലൂർ, പത്തനാപുരം, അഞ്ചൽ, ഏരൂർ മേഖലകളിൽ ആണ് കാറ്റ് നാശം വിതച്ചത്. മരങ്ങൾ കടപുഴകി വൈദ്യുത പോസ്റ്റുകൾക്ക് മുകളിലേക്ക് വീണതോടെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഐക്കരക്കോണം സ്വദേശി വിശ്വംഭരന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. മേൽക്കൂര ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് പതിച്ചതോടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. കോഴിക്കോട് പുതിയാപ്പയിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് കാരശ്ശേരിയിൽ 300-ലധികം വാഴ നിലം പതിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്, ഒപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ എന്നിവരാണ് ആദ്യം ചേരുന്നത്. ശ്രീജിത്ത്, ഈ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലയാണല്ലോ കോട്ടയം. അവിടെ ഏത് നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം മഴ നാശം വിതച്ചത്? ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അഭിലാഷ്, ഞാനീ നിൽക്കുന്നത് കോട്ടയം നഗരത്തിലാണ്. ഇവിടെ നിന്നുള്ള നേരിട്ടുള്ള കാഴ്ചയിൽ തന്നെ വ്യക്തമാകും ഇവിടെ അതിശക്തമായ വെയിലാണ്, നല്ല ചൂടുള്ള വെയിലാണ്. ഒരുപക്ഷെ മഴയ്ക്ക് ശേഷമുള്ള വെയിലായതുകൊണ്ടായിരിക്കാം ഇത്രയധികം ചൂട് എന്നുകൂടി കരുതേണ്ടി വരും. ഇന്നലെ രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ നാശനഷ്ടം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. കോട്ടയം നഗരത്തിന് സമീപമുള്ള പാറച്ചാൽ ബൈപ്പാസിൽ ഒരു ചെറിയ മരം വീണു. അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കൊടിത്താനത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. പക്ഷേ വലിയൊരു നാശനഷ്ടം ഉണ്ടായി എന്നുള്ള വിവരമില്ല. പൂഞ്ഞാർ അടിവാരത്തും സമാനമായ രീതിയിൽ മരങ്ങൾ വീണിട്ടുണ്ട്. പക്ഷേ നദികളിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം ഒരു തുടർച്ചയായ ശക്തമായ മഴ എന്നുള്ള നില ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു കാലവർഷം എത്തി എന്നുള്ള ഒരു ഫീല് നമുക്ക് ഈ മഴയിൽ നിന്നൊന്നും ലഭ്യമല്ല. കാരണം സാധാരണ രാവിലെ മുതൽ തന്നെ പിന്നെയും മഴ തുടരേണ്ടതാണ്. ഇന്ന് നേരം വെളുത്ത ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥ തന്നെയാണ് സാഹചര്യമുള്ളത്. പക്ഷേ ജാഗ്രത തുടരേണ്ട ജില്ല തന്നെയാണ്. നമുക്കറിയാം, കൂട്ടിക്കൽ പോലുള്ള മലയോര മേഖലകൾ, ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, പൂഞ്ഞാർ അടിവാരം പോലെ അങ്ങനെ പല മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളൊക്കെയാണ്. പക്ഷെ അതിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അപകട നിലയിലേക്ക് ഒരു നദിയിലെയും ജലനിരപ്പ് എത്തിയിട്ടുമില്ല. വലിയ അളവിൽ മഴ പെയ്തിട്ട്, അതായത് ആകെ നോക്കുമ്പോൾ സാധാരണ കാലവർഷം പോലെ ഒരു വലിയ അളവിൽ മഴ പെയ്തിട്ടുമില്ല. പക്ഷേ രാത്രി ശക്തമായ മഴ പെയ്തു. ഇന്നിപ്പോൾ പകൽ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏത് നിമിഷവും ഇതൊക്കെ മാറിമറിയാവുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അലർട്ടുകളൊക്കെ മാറിമറിയുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും നിലവിൽ കോട്ടയം ശാന്തമാണ്. മഴ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പെയ്യുന്ന രീതിയിലാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളില്ല, ആശ്വാസം തന്നെയാണ് എന്ന് പറയാം. അഭിലാഷ്. യെസ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡാനിയിലേക്ക് പോകുമ്പോൾ, ഡാനി, ഈ കൊച്ചിയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നത് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും അവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരുക്കങ്ങളെ സംബന്ധിച്ച് വലിയ വിമർശനമൊക്കെ നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. മഴയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന മട്ടിൽ പ്രതിപക്ഷം ഒക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ. എന്തായാലും മഴ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെയ്യുന്നതെല്ലാം ശക്തമായ ഒറ്റപ്പെട്ട മഴയാണ്. ഏത് തരത്തിലാണ് നഗരപ്രദേശങ്ങളെ അടക്കം ബാധിച്ചിട്ടുള്ളത്?
അഭിലാഷ, ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ ലഭിച്ചത്. പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് രാവിലെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നുവെങ്കിൽ കൂടിയും കുറച്ച് അത് മാറിയിട്ടുണ്ട്. പക്ഷെ മഴ രാവിലെ മുതൽ തന്നെ, ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അവസാനിച്ചിരിക്കുന്നു. പുലർച്ചയില്ല, മഴ മൂടൽ എല്ലാം തന്നെയുണ്ട്. മഴ പെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അത് സാധാരണഗതിയിൽ കൊച്ചിയിൽ ശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ അനുഭവിക്കുക ഈ ചെറിയ റോഡുകളിലെയും മറ്റുമുള്ള ഒരു വെള്ളക്കെട്ടാണ്. അത് കുറച്ച് നമ്മൾ പറയുന്നല്ലോ സമാധാനമുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അത്ര രൂക്ഷമായ രീതിയിലേക്ക് വെള്ളക്കെട്ട് വലിയ രീതിയിലേക്കൊന്നും എവിടെയും രൂപപ്പെട്ടില്ല. കുറേയധികം ഈ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പലയിടത്തായിട്ട് നടന്നിരുന്നു. ഇപ്പോഴും അത് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മൾ ഈ പരിസരത്തുള്ളതുപോലും ഇവിടെയെല്ലാം തന്നെ ഈ കാന നിർമ്മാണവും കാര്യങ്ങളുമെല്ലാം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം ഈ പ്രദേശത്ത് കനാൽ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളും ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും തന്നെ നടക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഇപ്പോൾ ഇടയ്ക്ക് പെയ്യുന്ന മഴ ബാധിക്കും. മഴ ശക്തമായിട്ട് തുടരുകയാണെങ്കിൽ അത് പാതി വഴിയിലാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാകും. പക്ഷെ അതിനു മുൻപ് ഇതെല്ലാം തന്നെ തീർക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഒരിടത്ത് ബാക്കി നിൽക്കുന്നത്. ഒപ്പം തന്നെയും ജില്ലയുടെ മറ്റിടങ്ങളിലേക്ക് പോയാൽ കിഴക്കൻ മേഖലകളിലടക്കം ഇപ്പോൾ പിറവത്തെയും കോതമംഗലത്തെയും ഇടുക്കി ജില്ലയോടെല്ലാം തന്നെ തൊട്ടടുത്തേക്ക് വരുന്ന പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അവിടങ്ങളിൽ മഴ പല പ്രദേശങ്ങളിലും മഴ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കടക്കം, പ്രത്യേകിച്ച് ഈ മരങ്ങൾ വീഴുക എന്നതടക്കമുള്ള രീതിയിലേക്ക് നിലവിലെ ഈ ഘട്ടത്തിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഒപ്പം തീരമേഖലയിലേക്ക് വരികയാണെങ്കിൽ ചെല്ലാനവും വൈപ്പിനും ഉൾപ്പെടുന്ന മേഖലകളുണ്ട്. അവിടങ്ങളിൽ ജാഗ്രത ഉണ്ട്. കാരണം തിരമാലകൾ ശക്തമായുള്ള സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടുന്ന് ആളുകളെ മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുൻകരുതലെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പെരിയാറിന്റെ തീരങ്ങൾ, പ്രത്യേകിച്ച് ആലുവ ഭാഗത്തും അവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ജലവിധാനം ഉയരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഓപ്പറേഷൻ വാഹിനി എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. അത് ഈ പെരിയാറിനോടനുബന്ധിച്ചുള്ള വലിയ മുട്ടാർ പുഴയും മറ്റും അതിന്റെ കൈവഴികളുടെ ചങ്ങാടപ്പോക്ക് തോട്, ഇടപ്പള്ളി തോട്, അങ്ങനെ ഇവിടങ്ങളിലെല്ലാം പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ചെളി മാറ്റുകയും അതോടൊപ്പം തന്നെ നീരൊഴുക്ക് സുഗമമാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതിന്റെ ഒരു ഗുണഫലം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയ മഴയിൽ തന്നെ വളരെ പ്രതിസന്ധി ആകേണ്ടതാണ്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ നടപ്പാക്കുന്ന ബ്രേക്ക് ത്രൂ പദ്ധതിയുണ്ട്. ഈ ബ്രേക്ക് ത്രൂ പദ്ധതി ഇപ്പോൾ അത് വലിയൊരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സജ്ജമായിട്ടില്ല. എങ്കിൽ കൂടിയും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. മഴ കനക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിസന്ധി ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ആശ്വാസകരമായ രീതിയിലേക്കാണ് പോകുന്നത്. ജില്ലാ ഭരണകൂടം മുൻകരുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നേരിടുന്നത്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ രാത്രിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം മേഖലയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലയിടത്തും റോഡിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണ സാഹചര്യം. ഒപ്പം മറ്റു പല മേഖലകളിലേക്ക് കൂടി നെയ്യാറ്റിൻകര പോലെയുള്ള ഭാഗത്ത് വീടുകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. ഇപ്പോഴെന്താണ് സാഹചര്യം? നിലവിലെ സാഹചര്യം നമ്മളിപ്പോൾ ഉള്ളത് പ്രസ് ക്ലബിന് സമീപത്താണ്. ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും അതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണുകൊണ്ടുള്ള അപകടങ്ങളും ധാരാളമായി സംഭവിച്ചിരുന്നു. മാത്രമല്ല ഗതാഗത തടസ്സം, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ നഗരത്തിൽ ഉടനീളം പ്രശ്നങ്ങളായിരുന്നു. പല ഭാഗങ്ങളിലും ഇപ്പോഴും മരങ്ങൾ കടപുഴകി വീണ പ്രശ്നങ്ങൾ, അതായത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രസ് ക്ലബിന് സമീപത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിലുള്ള മരങ്ങൾ മുറിച്ചു നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ മുൻപേ തന്നെ നൽകിയിരുന്നു. അത് മുറിച്ച് കളയാത്തതിന്റെ പേരിൽ, മുറിച്ച് മാറ്റാത്തതിന്റെ പേരിലായിരുന്നു ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ കടപുഴകി ഇന്ന് രാവിലെ, അതായത് ഒരു 8 മണിയോടുകൂടിയാണ് ഈ മരം കടപുഴകി